എല്ലാവരും മാങ്ങ അച്ചാർ കഴിച്ചിട്ടുമുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങ അച്ചാർ വളരെ നാടനും ഒരു സിമ്പിളും ആയിട്ടുള്ള മാങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചട്ടി ഒന്ന് ചൂടായി കിട്ടിയ ശേഷം 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും ചേർത്ത് വറുത്തെടുക്കാം. ആദ്യം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ 1 സ്പൂണ്. ഉലുവയും കടുകും കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. ഉലുവ നന്നായിട്ട് ചുവന്ന് മൂത്ത് വരണം. കടുക് പൊട്ടണം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഇറക്കുന്നത് ഇതൊന്ന് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശ്രീക്കുട്ടി, നമുക്ക് മാങ്ങാച്ചാർ ഇട്ട് തുടങ്ങാം. ആദ്യം ചീനച്ചട്ടി വെക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. വീണ്ടും കടുക് കുറച്ചും വെള്ളം ഇട്ടത്. സാധാരണ ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാറുണ്ട്. അതുകൊണ്ട് കടുകിട്ട് പിന്നെ അച്ചാറായി വരുമ്പോൾ കടുക് ഉലുവയും പൊടിച്ചതും കൂടെ ചേർക്കണം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കുട്ടീനെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അച്ചാറിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൊറേന്നും ഇടരുത് കേട്ടാ, മനുഷ്യനിവിടെ എരിഞ്ഞിവിടെ ചാവും. മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കാണാൻ നല്ല രസമുണ്ടല്ലേ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചത് കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ കുട്ടിയെ കായപ്പൊടി ഇങ്ങെടുത്ത് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന കടുക് ഉലുവയാണിത്. അച്ചാറിനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അച്ചാറിൻ്റെ മസാലയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങയാണ്. ഉമ്മാനോടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് കാണാൻ നല്ല രസമാണ്. ഇത് അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഇത്തിരി ഉപ്പൊക്കെ ഉണ്ടോന്ന്. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കും. കറക്റ്റ് ആണോ? ഉപ്പൊക്കെ പാകത്തിനുണ്ടല്ലോ. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം
അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ്.